போங்க வண்டியை போயிடும். ഇന്ന് ഷുഗറിൻ്റെ അസുഖമുള്ളവർക്ക് വേണ്ടി ഒരു ചായ റെഡിയാക്കാൻ പോവുകയാണ്. ഈ ചായ ഞാനും കുടിച്ച് എനിക്കും ഷുഗറിൻ്റെ അസുഖം ഷുഗർ കുറവുണ്ട് ഇപ്പോൾ തൽക്കാലം. അതിനാവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആവാരം പൂ ഇത് ഉണക്കി വെച്ചിരിക്കുകയാണ്. അത് പേരക്കയുടെ ഇല 5 പേരക്കയുടെ ഇല, അത് കഴിഞ്ഞിട്ട് 1 സ്പൂൺ ഉലുവ, 1 സ്പൂൺ ജീരകം. അടുപ്പ് കത്തിക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം വയ്ക്കാം. രണ്ട് ഗ്ലാസ് വെള്ളം തിളച്ച് വറ്റണം. വറ്റി ഒരു ഗ്ലാസ് ആവണം. അതുവരയ്ക്കും ഈ 5 പേരക്ക ഇലയും ഈ ആവാരം പൂ ഇവിടെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഫ്രഷായിട്ട് കിട്ടില്ല. ഫ്രഷ് എന്ന് പറഞ്ഞാൽ വള്ളിയൂർ തിരുനെൽവേലിക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാട് പ്രദേശങ്ങളിലാണ് ഈ പൂ കിട്ടുന്നത്. ഇപ്പോൾ അവിടെ പോയി എടുത്തുകൊണ്ട് വന്നതാണ്. ഇതിനു വേണ്ടി ഒരു 2 സ്പൂൺ പൂ ഇടാം. ഇത് വെറുതെ ഇതൊന്നും ഇല്ലാതെ വെറുതെ ഇത് മാത്രം തിളപ്പിച്ചും കുടിക്കാം. പഞ്ചസാരയുടെ അസുഖമുള്ളവർ. 5 പേരക്കയുടെ ഇല, ഉലുവ 1 ടീസ്പൂണാണ്, 1 ടീസ്പൂൺ. അതേപോലെ 1 ടീസ്പൂൺ ജീരകം. ഇതെല്ലാം തിളച്ച് നല്ല വറ്റിയതിന് ശേഷം നമുക്ക് ഇത് അരിച്ച് കുടിക്കാം. പഞ്ചസാര ഒന്നും ഇടരുത്, തേനോ ഒന്നും ചേർക്കരുത്. അതിൻ്റെ ആവശ്യമില്ല. ഇത് അത്രത്തോളമുള്ള ഒരു ചെറിയ ഈ പേരക്കയുടെ ഇലയുടെ ഒരു തോർപ്പ് കാണും. അതേപോലെ തന്നെ ഈ ആവാരം പൂ എന്ന് പറഞ്ഞാൽ പൂവിന് ഒരു തോർപ്പുണ്ട്. ഈ പൂവിൽ തോരൻ വരെ വെച്ച് കഴിക്കാം. ഇപ്പോഴിതിൻ്റെ സീസണാണ്. തമിഴ്നാട് ഭാഗത്തൊക്കെ പോകുമ്പോൾ ഇഷ്ടം പോലെ കാട് പ്രദേശങ്ങളിൽ കിട്ടുന്നതാണ്. 5 പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല തിളച്ച് വറ്റിട്ട് ഞാൻ ഈ ഒരാഴ്ചക്ക് മുമ്പേ തമിഴ്നാട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. ഉണക്കി വെച്ചിരുന്ന എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. കുപ്പിയിലാക്കി വെച്ചത് ഉണക്കി വെയിലത്ത് അത് കൊണ്ടുവന്ന് കഴുകി ഇതിൻ്റെ ഉണക്കിയതിന് ശേഷം ഉണക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരിട്ട് വെയിലത്തല്ല ഉണക്കേണ്ടത്. നേരിട്ട് ഒരു പാത്രത്തിൽ വലിയ തട്ടത്തിലിട്ടിട്ട് അതിൻ്റെ പുറത്ത് ഒരു വെള്ള തുണി ഇട്ടിട്ട് വേണം ഇത് ഉണക്കാൻ. ഇത് സൂര്യപ്രകാശം ഇതിൻ്റെ നേരിട്ട് അടിക്കാൻ പാടില്ല. അതിൻ്റെ തുണിയുടെ പുറത്തു നിന്ന് അത് ഉണങ്ങണം. ഒരു 3-4 ദിവസം വെയിലത്ത് വയ്ക്കുമ്പോൾ നല്ലപോലെ ഉള്ളിത്തോല് പോലെ ആവും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി വയ്ക്കാം. നമുക്കിത് എടുക്കാം. ഗ്യാസ് അണയ്ക്കാം. രണ്ട് ഗ്ലാസ് വെച്ച് നമുക്ക് ഇത്രയേ ഉള്ളൂ മിച്ചം. ചായ അരിച്ചതിൻ്റെ അരിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ വെള്ളം നമ്മൾ കഷായം പോലെ കുടിക്കേണ്ടതാണ്. ഈ ആവാരം പൂ പാക്കറ്റിൽ 1000 മരുന്നുകളിൽ പാക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഫ്രഷായിട്ട് വേണമെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പം തിരുനെല്വേലി ആ ഭാഗത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെ കാട് പ്രദേശങ്ങളിൽ ഈ പൂ ഇഷ്ടംപോലെ കിട്ടും. നമുക്ക് ആവശ്യത്തിന് എടുത്തുകൊണ്ട് വരാം. കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് ഉണക്കി വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ദിവസം രാവിലെ 1 ഗ്ലാസ്, വൈകുന്നേരം 1 ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ ഇതിന് നല്ലതാണ് ഷുഗറിന്. അതുകൊണ്ട് ഇത് നിങ്ങൾ കഴിയുന്നതും എവിടെയും കിട്ടിക്കഴിഞ്ഞാൽ അത് കളയരുത്, അതിനെ എടുത്ത് ഉപയോഗിക്കുക. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രോഗ്രാം കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൊള്ളാമെങ്കിൽ കുടിച്ചിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബായ്. ചായ ഞാൻ കുടിക്കുകയാണ്. ചായ എന്നും പറയാം, കഷായം എന്നും പറയാം. ഇതിന്
ഇന്ന് ബൈ.